ദിസ് ഇസ് അഖിൽനാഥ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിൻ്റെ പേര് ബംബ്ലിങ്ങ എന്നാണ്. ഇത് 1 മാസമായി ഇത് ഇറങ്ങിയിട്ട്. അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജോർജ് കോരയും ശീതൾ ജോസഫ്. ശീതളിനെ നമുക്കറിയാം, ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആണ് ആള്. ആണ് റൈറ്റർ, എഡിറ്റർ ആൻഡ് സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ നവീൻ നജോസ്, അങ്ങനെയാണ് ഡയറക്ടറിൻ്റെ പേര്. അപ്പോൾ അത്യാവശ്യം റേറ്റിംഗ് 1 മില്യൺ ഒക്കെ ആയ ഷോർട്ട് ഫിലിമാണ്. ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് അവരിത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 1 മാസമായി, ജനുവരി 31 ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അതെ. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫൈൻ, ലെറ്റ്സ് സ്റ്റാർട്ട്. പേര് പ്രഹ്ലാദൻ. വയസ്സ് 29. സൈസ് സൈസോ അല്ല ഹൈറ്റ് 172. ഇനി നിന്റെ കുറച്ച് അടിപൊളി പിക്സ് ആണ്. ഇത് മതി. എന്ത് കാടി, നീ എന്താ ജോലിക്ക് അപേക്ഷിക്കുന്നു? ഇത് മതി. ഇതാകുമ്പോ പട്ടിനെ കൂടി കൊണ്ട് പെട്ടെന്ന് എടുക്കും. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻജോയ്. ഓ, ഞാൻ നോക്കണം. ഓ അതെ, ഇതൊക്കെ സെറ്റ് ആക്കി തന്നെ. ഇന്നലെ അടിച്ചത് മോങ്ങിയതുപോലെ മോങ്ങാതിരിക്കാനാ. എടാ 5 മാസം പോയത്. എടാ മലത് പോയ മാലാകെത്തും. എന്താ അത് കുറച്ച് ദിവസം നോക്കി കഴിയുമ്പോൾ ശരിയായിരുന്നു. അവന്റെ ഒരു റേച്ചലിന്റെ ഒരു ബോയ് ഫ്രണ്ട്. അപ്പൊ എൻജോയ് കളോ. നല്ല പേരാണ്. എനിക്ക് നീ ഓക്കെ ആയിരുന്നു. ബട്ട് അലക്സ് വന്നേ പിന്നെ തിങ്സ് ചേഞ്ച്ഡ്. നിന്നോടത് പറഞ്ഞതിന് മുന്നേ നീ അത് കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. അതെങ്ങനെ ചീറ്റിംഗ് ആവുന്നേ? എനിവേസ് ഇറ്റ്സ് ഓൾ ഓവർ. ഇനി ഇതിനൊരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ വരരുത്. ഇറ്റ്സ് 100 ന്യൂ മൂവ്. വേണ്ട, അവളെ ഉറപ്പിക്കുന്ന ഒന്നും ഇനി വേണ്ട. ഇവനാ പ്രേമത്തിനകത്തുള്ള നായകൻ ജോർജ് കോര. ബബിൾ ആപ്പിന്റെ സ്റ്റോറിയാണ് കേട്ടോ. അവന്റെ ഐഡിയല്ലേ, അവനെ തന്നെ വിളിക്കാം. അളിയ, എനിക്കൊരു 200-300 അയച്ചു. സ്വിഗ്ഗി ഓർഡർ ചെയ്തു. ഓക്കെ, താങ്ക്സ് സാർ. ഇത്ര പെട്ടെന്ന് മാച്ചോ? ഐ മസ്റ്റ് ഇംപ്രസ് ഹർ. എന്താ ഇപ്പൊ ചോദിച്ചോടുന്നു? വാട്ട്സ് യുവർ നെയിം? ആതിര. ക്യൂട്ട്. വെൽ, മൈ നെയിം ഈസ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ.
അറിയാക്കേണ്ടി വന്നു. പോകുന്നവര് പറയും. നെക്സ്റ്റ് സാലറി നാളെ കിടന്നാണ്. ഇന്നലെ പറഞ്ഞത് എന്നെ കിട്ടിയാൽ എന്ത് കാര്യം, എല്ലാ ഇമെയിൽ പോയി കഴിയുമ്പോൾ മുന്നോട്ടുള്ള മനസ്സിലാക്കണം. അതിന്റെ കൂടെ അടിക്കത്തെ ഫംഗ്ഷൻ പറഞ്ഞു ഇല്ല, വണ്ടിക്ക് എണ്ണ ചെയ്യാനാണ്. ഞാൻ ബാക്കിൽ ചുമ്മിയിൽ ഇന്നലെ എന്താടാ മോങ്ങിയില്ലേ? ഒന്ന് ചാർജ് ചെയ്യുമ്പോൾ പോലും സമ്മതിക്കില്ല. നോട്ടി ഗേൾസ് ഓ അപ്പൊ ഈ വിശപ്പാറ്റാൻ വേണ്ടിയാണല്ലോ എന്റെ 300. എടാ അത് പിന്നെ നിങ്ങൾ എന്നെ നിർബന്ധിച്ചില്ലേ മൂവ് ഓൺ ആവാൻ. അപ്പൊ ഞാൻ മൂവ് ഓൺ ആവാൻ നോക്കണം. അപ്പൊ ഇന്നോട്ട് മൂവോണായി എവിടെ നിന്റെ പ്രീമിയം ചൂണ്ടയിൽ അതൊക്കെ കൊളുത്തി നോക്കട്ടെ. ഇന്നൊരു 1-2 മാച്ചൊക്കെ വന്ന്. എടാ പിന്നെ ഞാൻ ഒരാളുടെ അടുത്ത് പേര് അങ്ങോട്ട് ചോദിച്ചു, അവളെ പേര് ഇങ്ങോട്ട് അയച്ചത്. ഞാൻ എന്റെ പേര് അങ്ങോട്ട് പറഞ്ഞതും അവൾ മാച്ചായിട്ട് പോയി. ഈ പ്രഹ്ലാദനെ കേട്ടപ്പേ വല്ലൂടായ്പ പേരാന്ന് വിചാരിച്ചാണ്. നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത മണിയില്ലേ പി വെച്ചിട്ട് വല്ല പ്രക്ഷോഭെന്നോ ബീറ്റെന്നോ അങ്ങനെ വായിക്കല്ലോ എന്നുള്ള പേരിട്. ആരറിയാനാ? ഒരു വള്ളി ഇപ്പൊ കഴിഞ്ഞു. നീ ഉടനെ തന്നെ അടുത്ത വള്ളി കൂടെ പിടിച്ചു കൊടുക്കല്ലേ. ഒന്നാമത് ഫുൾ ഉടായിപ്പാണ്. ഡാ നിനക്ക് മൂവ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നീ വല്ല സോളത്തിൽ പോയി അല്ലെങ്കിൽ പോയിട്ട് അങ്ങനെ ചെയ്യും. അല്ല ചുമ്മാ തന്ത വൈബ്. എടാ ഒരു പെണ്ണുണ്ടാക്കി ഇവിടെ വാങ്ങണമെങ്കിലേ ഒരു പെണ്ണ് തന്നെ വന്നാണ്, അല്ലാതെ അതിന്റെ ഇടയിൽ കൊച്ചു പുസ്തകം കയറ്റി വെക്കാനും പറ്റൂല. ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ്, ടിക്കറ്റ് അല്ല. അനുഭവങ്ങൾ പറഞ്ഞാണ്. കണ്ണിക്കണ്ട ലിങ്കിൽ കയറി ഓഡിയോ കോൾ 300, വീഡിയോ കോൾ 500, ഞങ്ങളൊന്നും പോവാനല്ലേ. നീ സായിപ്പോടാ. കൊച്ചിയിൽ എല്ലാവരും വായിച്ചു. നാളെ അടുത്ത ജില്ല പിടിക്കാം. എനിക്കൊരു പുതിയ മാച്ച് കൂടി കിട്ടി. अब ये साला कप നമുക്ക് സെലിബ്രേറ്റ് കരോ, എൻജോയ് കരോ. ഹലോ സ്നേഹ, ഐ ആം പ്രഹ്ലാദൻ. ഈ പേരിലെന്താ ചിരിക്കൽ? എന്തായാലും ചിരിപ്പിച്ചല്ലോ. അടുത്ത ആളെ പറയട്ടെ. ഹായ്, വാട്ട്സ് യുവർ നെയിം? ഭാഗ്യം. What's your name? റിസ്ക് എടുക്കണ്ട, പ്രാപിച്ച വേറെ ഏതെങ്കിലും പേര് പറയാം. ഐ എം പ്രണവ്. പ്രണവ് എന്ത് ചെയ്യുന്നു? ഞാൻ വീഡിയോ എഡിറ്ററാണ്. എവിടാ സ്ഥലം? വീട് തൃശ്ശൂരാണ്. 2 years ആയിട്ട് കൊച്ചിയിലുണ്ട്. Your place? ആലപ്പിയാണ്. ഇവിടെ ബാക്കിയാണോ? Yes, I'm an audiologist. ഓ ഐ സി. ഏത് സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്? സ്റ്റുഡിയോ അല്ല, ഹോസ്പിറ്റലാ. വെറും പൊട്ടറാന്ന് വിചാരിച്ചോളൂ. ഇപ്പോ വർക്കിന് പോവാ. ടെക്സ്റ്റ് ചെയ്യണം. ശരിയാണല്ലോ. എന്താണ് ബംബ്ലിങ്ങാ? എടാ ഈ ഓഡിയോളജിസ്റ്റ് എന്താണെന്ന് അറിയാം? അത് നിന്റെ സൗണ്ടിന്റെ അല്ലേ, സൗണ്ട് ഡിസൈൻ്റെ അല്ലേ? അപ്പൊ ഞാൻ മാത്രമേ. ഓക്കെ വിട്ടോ. ഓക്കെ എന്നാ നടക്കട്ടെ. കണ്ട ചെക്കൻ പിന്നെ ട്രാക്കിലായി. കുളിക്കണോ അതോ കഴിക്കണോ? കഴിച്ചിട്ട് വിളിക്കാം. അടുത്ത മാച്ചോ? TDPA തൊടുപുഴ. അവളുടെ ഒരു 1 word ആൻസർ ഇവിടെയൊക്കെ ഒറ്റ വാക്കിനെ ഒഴിവാക്കണം. TYIP. ടെക്സ്റ്റിംഗ് യു ഈസ് ബോറിംഗ്. അവസാനം മെസ്സേജ് അയച്ചത് ഞാൻ തന്നെ പിന്നെ മെസ്സേജ് അയക്കണം. അയച്ചേക്കല്ലേ? വർക്കൊക്കെ
5 ദിവസം. ഇപ്പോ റൂമിലെത്തേ ഉള്ളൂ. താൻ ചെയ്യും. ഞാനിവിടെ വെറുതെ കാറ്റുകൊണ്ടിരിക്കുക വരുന്നോ? ഞാനിവിടെ വെറുതെ കാറ്റുകൊണ്ടിരിക്കുക. ഫ്രീ ആണോ? ക്യാൻ ഐ കോൾ യു നൗ? നോ, നമ്മളെന്താ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ. സമയാവട്ടെ. ഓ ഓക്കെ. ഞാൻ ശബ്ദം കേൾക്കാനുള്ള ഒരു കൗതുകത്തിൽ ചോദിച്ചതേ ഉള്ളൂ. ഓ ചേച്ചി, ആ സംഭവം ശബ്ദം കേൾക്കാൻ വോയിസ് അയച്ച പോരെ, അതിന് വിളിക്കുന്ന ആവശ്യമില്ലല്ലോ. അമ്പോ, നല്ല ശബ്ദമാണല്ലോ. ആർജയായിട്ട് പാട്ടേ നോക്കിക്കൂടെ? ആ ബെസ്റ്റ്. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഏറ്റവും പാടും. പിന്നെ ഇതൊന്നും മാറാൻ വേണ്ടിട്ടാ ഫസ്റ്റ് എടുത്തത്. ഓഡിയോ വയ്ക്കുമ്പോ സീനൊന്നുമില്ലോ, പിന്നെന്താ കോളിന് കുഴപ്പം? സീൻ ഉണ്ടല്ലോ. വോയിസ് നോട്ട് ആവുമ്പോ എനിക്ക് കേട്ട് ആലോചിച്ച് റിപ്ലൈ തന്നാ മതി. കോളാവുമ്പോ ഞാൻ ചിലപ്പോ പാനിക് ആവും. ഓ അങ്ങനെ. കുറച്ച് എസ്തെറ്റിക് ആണെന്ന് കാണിക്കാം. കൊള്ളാലോ. ഇതെവിടെ സ്ഥലം? ഓൾഡ് കാക്കനാട് ഫെറി. യാസ്കർ എവിടെയാ? ഗോൾഡ് കേൾക്കണം. ചുമ്മാ ഒന്ന് എറിഞ്ഞ് നോക്കാം. ബൈ ദ വേ, യു ലുക്ക് ലൈക്ക് കല്യാണി പ്രിയദർശൻ. അതെ, എന്നെ കാണാൻ കല്യാണി പ്രിയദർശന്റെ പോലെ ഉണ്ടെന്നു. കല്യാണി താങ്ക്സ്. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാ താൻ ബമ്പിളെടുത്ത് ചുമ്മാ ഒറ്റക്കിരിക്കും പിള്ളേരും ചായ കുടിക്കാനൊക്കെ ആരെങ്കിലും നല്ലതല്ലേ? എന്നിട്ട് ഇപ്പൊ എത്ര ചായ ആയി? ഞാൻ ഇന്നലെ എടുത്തേ ഉള്ളൂ. 1-2 മാച്ചേ കിട്ടി. പക്ഷെ പരിപാടി കൊള്ളാം. നമുക്ക് നേരിട്ട് കാണാൻ ഒരു സാധ്യതയില്ലാത്ത ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനുള്ള ഒരു അവസരമല്ലേ? ഞാൻ പക്ഷെ അതൊന്നും ആലോചിച്ചല്ല കേട്ടോ. തന്നെ സ്വൈപ്പ് ചെയ്ത് പോലും ഞാനല്ല, എന്റെ കസിനാ. തന്റെ ഡിപിയിലെ പട്ടിക്കുഞ്ഞിനെ കണ്ടിട്ടാ അവള് സ്വൈപ്പ് ചെയ്ത്. ഓ പട്ടിക്കുഞ്ഞൊക്കെ അങ്ങ് വീട്ടില. ഞാൻ പറഞ്ഞേക്കാം അവന്റെ ഒരു മാച്ച് കിട്ടിയെന്ന്. നല്ല കളർഫുൾ ഷോർട്ട് ഫിലിമാണ്, രസമുണ്ട്. ഹലോ, എന്താ പരിപാടി? ഫുഡ് കഴിച്ചോ? ക്ലിയർ ഇല്ല, കേക്കുന്നില്ല. കേക്കുന്നില്ല. വെയിറ്റ്, ഞാൻ അച്ഛനെ എടുത്തോണ്ട് വരാം. വെയിറ്റ്. പോലെ പോലെ ഇപ്പൊ കേട്ടോ. ഒരുമാതിരി മനുഷ്യൻ പണിയെടുക്കുമ്പോ ഒരുമാതിരി കുട്ടികളെ കളിക്കല്ലേ? അതെ, നമുക്ക് ഈ വീക്കെൻഡ് മീറ്റ് ചെയ്താലോ? ഈ വീക്കെൻഡ് എന്ന് പറയുമ്പോ അയ്യോ, അത് നാളെയല്ലേ? അത്ര പെട്ടെന്നൊന്നും പറ്റില്ല. ആ എന്നാ ഞാനായിട്ട് ചോദിക്കുന്നൊന്നുമില്ല. തനിക്ക് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോ പറയാട്ടോ. ഉറപ്പായിട്ടും പറയാവേ. അപ്പൊ ശരി, ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ബൈ പ്രണവ്. എന്നാ പൊക്കോ. പ്രണവേ, സാധനം നോട്ടെ വെക്കമ്പാ. പ്രണവേ, ഓക്കെ ഭാഗ്യ, ഗുഡ് നൈറ്റ്. അപ്പൊ ശരി, ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. എടി, എന്തിനാടി അവനായിട്ട് ഇങ്ങനെ വലിപ്പിക്കുന്നത്? നിനക്കൊന്ന് മീറ്റ് ചെയ്താലേ? സമയം ആവട്ടെ ചേച്ചി. മോനെ പ്രണവേ, വാടാ. രീതിയടാ വരണ അടിക്കേ. താങ്ക്സ്. അല്ല, നിന്റെ പേര് പ്രണവല്ലെന്ന് നീ ഇപ്പോഴും അവളോട് പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ ഞങ്ങൾ പരസ്പരം ഒരുപാട് അടുത്ത് പോയി വന്നേ. ഒരു പേരിലേക്ക് എന്ത് കാര്യം? എടാ, നീ ഇപ്പോഴും മുതു പെണ്ണായിട്ട് എന്നെ ചൊല്ലിക്കൊണ്ടിരിക്കണേന്നാ. എടാ, നമ്മളൊരു 4-5 ചിക്സിന് ഇങ്ങനെ ലൈനായിട്ട് മനസ്സിലായ? എന്നാലും കാര്യങ്ങൾക്ക് ഉഷാറാവൂലേ? നീ മൊബൈലും കൊണ്ടുവന്ന് എന്താണ് നോക്കണേ? പ്രീമിയം എടുത്തിട്ട് അൺലിമിറ്റഡ് സൈബിന് ഉപയോഗിക്കാതെ വെച്ചേക്കണേ. ഇറ്റ് റെസ്പോൺസിബിൾ ഫെല്ലോ.
അങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോലെ എന്റെ വൈബാണ്, നമുക്ക് ചെക്ക് ചെയ്ത് സ്വൈപ്പ് ചെയ്തിട്ട്. ഐ സ്വൈപ്പ് ചെയ്ത് വിടടാ. എടാ മാച്ച് ആണെങ്കിൽ നിന്റെ വൈബിനായിട്ട് അതൊക്കെ നോക്കിയിട്ട് നീ ചാറ്റ് ചെയ്താൽ മതി മുത്ത. ആ എന്തേലും ചെയ്യും. അനു നല്ല വെച്ചാ മാച്ച് ആയ എന്തെങ്കിലും ഒരു 1000 കടം ചോദിക്കും. അറ്റതുണ്ട് നിന്റെ 1000 രൂപ കണ്ടു. ഇതെന്താ പൂന്തോട്ടോ? കൈക്കൊരു റെസ്റ്റ് കൊടുക്കണം. ഇതൊന്നും എന്റെ ഫോണിൽ കാണാനില്ലല്ലോ. റീച്ചെന്ന പോലെ ഉണ്ടായിരുന്നല്ലേ? അതവിടെ നീ വളർത്തേണ്ടി. അപ്പൊ അവനെ സൈഡ് ആക്കിയ വട്ടി പോലെ നിക്കാത്ത ഇത് അണ്ടു ചെയ്യണം. അല്ല സൈഡ് ചെയ്താ പിന്നെ അണ്ടു ചെയ്യാൻ പറ്റൂല. ഞാനിന്ന് പറഞ്ഞില്ല. വാട്സാപ്പിലും ഇൻസ്റ്റയിലും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ബമ്പിളിലൂടെ മുട്ടുവെന്നാണ് വിചാരിക്കില്ല. എടാ നീ അറിയാണ്ട് സൈപ്പ് ചെയ്താന്ന് വിളിച്ചു വന്ന പോലെ നീയാ സൈപ്രേറ്റ് ചെയ്തേന്ന് അറിയാണ്ടിരുന്നാ പോലെ. ബമ്പില് PhD എടുത്ത് എന്നോടാ കൊടുക്കണോ? വള്ളിയാവും. ആവട്ടെ, കൊടുത്തേക്കാം. സെറ്റ്. അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആരാ സൈപ്രേറ്റ് ചെയ്തേന്ന്? റേച്ചെന്നല്ല, അവളുടെ ഡാഡിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. മനസ്സിലായ? എന്നോടെ അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ആ മമ്മി കുടിയടാ. ഭാഗ്യം. അക്കൗണ്ട് എടുത്ത് കളയാം. ചേച്ചി പ്രണവ് അക്കൗണ്ട് ഡിലീറ്റാക്കി. നന്നായി. നിന്റെ ജാട കണ്ടിട്ടേ അവൻ വേറെ ആരെയും സെറ്റ് ആക്കിയിട്ടുണ്ടോ? അവൻ എത്ര ദിവസമായിട്ട് നിന്നെ മീറ്റ് ചെയ്യാൻ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പർ എങ്കിലും നിനക്ക് കൊടുക്കാറുണ്ട്. ആണുങ്ങളൊക്കെ വലിപ്പിക്കുന്നതിനെ ഒരു പരിധിയുണ്ട് മോളെ. നിനക്കവളുടെ നമ്പർ ഇല്ലേ? നമ്പർ തന്നിട്ടില്ല. നന്നായി. ഇൻസ്റ്റ ID ഇല്ലേ? എന്താ മോനെ, നിങ്ങൾ പരസ്പരം ഒരുപാട് എടുത്തിട്ട് ഇതൊന്നും തന്നില്ലേ? എടാ നിനക്കവളെ എവിടെ ജോലി ചെയ്യുന്നതെങ്കിലും അറിയാമോ? എടാ ഏതോ ഹോസ്പിറ്റലാണെന്ന് മാത്രം അറിയാം. നീയൊക്കെ പിന്നെ ഈ നട്ടപ്പാതിര എന്ത് വാടാ ചൊല്ലിക്കൊണ്ടിരുന്നത്? എടുക്ക്, നീ മൊബൈൽ എടുക്ക്. നീ എടുക്കടാ. എടാ നമുക്ക് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവളെ സൈപ്പ് ചെയ്ത് പിടിക്കടാ. പിടിക്കുന്നമ്മ. ചേച്ചി ചേച്ചി ഫോണും തരും. അല്ല വീണ്ടെടുക്കുമ്പോ സൈപ്പ് ചെയ്ത ആൾക്കാരെ കിട്ടാറുണ്ട്. കിട്ടും, കിട്ടിയാ മതിയായിരുന്നു. എന്താടാ? എടാ സ്വൈപ്പ് ചെയ്ത് അവളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ നാളെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി തപ്പേരെന്ന് ആലോചിക്കുക. എന്റെ പൊന്നു മോനെ, ഈ കൊച്ചി ഇത്ര ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വെച്ചാ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നീ അവിടെ നിന്ന് മുപ്പിച്ചോളൂ. എടാ നാളെ ഞങ്ങള് നാട്ടിൽ പോവും. നീ ഇവിടെ ഡാർക്ക് അടിക്കാതെ ഒന്ന് വീട്ടിലൊക്കെ പോയിട്ട് വാ. എടാ നാളെ ഫ്രൈഡേ അല്ലേ? അവള് വീട്ടിൽ പോകും. അപ്പൊ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ കാണാം.
അധികം അടി പിടിക്കാതൊന്നും. പെണ്ണിന്റെ ഒരു കാര്യം. എന്റെ പൊന്നു മോളെ, ഈ ആണുങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ഈ ഡേറ്റിംഗ് ആപ്പിന് നീ ഇത്രയൊക്കെ ആത്മാർത്ഥത പ്രതീക്ഷിക്കല്ലേ? ഞാൻ മുങ്ങിപ്പോയതൊന്നും പറഞ്ഞൊരു കാര്യമില്ലായിരുന്നു. ഡിപ്രഷൻ ഇതെന്റെ തലയിലാ പോലെ. ദേ ഇരിക്കും നോക്കി, നിന്റെ കടി അങ്ങ് മാറിയല്ലേ. മുങ്ങാൻ ഓരോരോ കാരണങ്ങള്. ഒന്ന് മോട്ടിവേറ്റ് ചെയ്തേക്കാം. എടാ ഒരാഴ്ചത്തെ പഠിച്ചല്ലേ, നീ അടുത്താൾ സെറ്റാക്ക്, ശരിയായിക്കോളും. അങ്ങനെ ആഴ്ചയിൽ മാറ്റുന്ന ഒരാളല്ല എനിക്ക് വേണ്ടത്. മോട്ടിവേഷൻ ഫെയിൽ. ഒരിച്ചിരി സന്തോഷിച്ച് വരുമായിരുന്നു, അവിടെയാണ് റീച്ചിൽ കയറി വന്നു. നിനക്ക് എന്തിന്റെ കഴപ്പായിരുന്നടാ? നീ എങ്ങനെ തൊട്ട് കണ്ടുപിടിക്കുന്നു? തല ചുറ്റിയ വെയിലിൽ ചുട്ടത് മുകളിൽ പാറിയ കിളികളെയാണോ? ഭൂലോകം കാണാത്ത തരികിടയടവുകൾ, ഭൂകമ്പ സ്കോപ്പുള്ളൊരിട വഴി വിടവുകൾ, ഭൂവട്ടക്കോടെല്ലാം ശരിക്കേറി ഇനി തീരാറായി പെരുവഴിയാ. നാട് നീളെ നട്ടപ്പകലിൽ പരനടൈ, നാല് പാടും കട്ടപ്പുകയിൽ തിരയലായി, ആരവളായൊരു മറയുടെ പിറകിൽ കാണാക്കൊരി നിറയുകയായി. കാട് കേറിയൊരു തലയുടെ നെറുകേൽ, ചൂട് കൂടിയൊരു വിധിയുടെ എതിരിൽ, ഊരും ചുറ്റിയൊരു വഴിയുടെ ഒടുവിലുമാകെ പണിപരവഴിയാ. നാളത്തെ ഭാഗ്യമുണ്ട് ലോട്ടറിക്കാരന്. നിനക്കെന്ത് തോന്നടാ? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നുന്നു. ഇതൊന്നും പോരടാ, നമുക്ക് ഒരു ടാസ്ക് കൂടി ചെയ്യാനുണ്ട്. ഹലോ ചേട്ടാ, പ്രഹ്ലാദനാണ്. ആ ചേട്ടാ, നാളെ ഒരു ദിവസത്തേക്ക് മതി. താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. There is a message from Pranav to Bhagya. ഈ വരുന്ന 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കാക്കനാട് ഫെറിയുടെ അടുത്ത് വരാമോ എന്നാണ് പ്രണവിന്റെ മെസ്സേജ്. ലിമിറ്റ്സ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന പ്രണവിന് ഭാഗ്യയെ കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ദിസ് ഇസ് മീ ആർജെ ഷെറിൻ സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ് കൊച്ചി. വരും. ഫോട്ടോയിൽ കണ്ടതുപോലെ അല്ലല്ലോ. ഓ ഇതല്ലല്ലേ. ബാക്ക് പൊസിഷൻ. പ്രണവൻ സാറല്ലേ? എന്തിനാ സാറേ പോസ്റ്ററൊക്കെ അടിച്ച് ആ സൗത്ത് സ്റ്റാൻഡിൽ ഇറങ്ങി വെണ്ണല ഭാഗ്യനൊന്ന് ചോദിച്ചാ പോരെ? അല്ലെങ്കിൽ ഇതൊക്കെ നാലാളെ അറിയിച്ചോണ്ട് ചെയ്യേണ്ട കാര്യമാണോ? പിന്നെ സാറേ, നമ്മുടെ ഇടപാടിന് ഈ തുറസായ സ്ഥലമൊക്കെ. ചേച്ചി, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗ്യ ചേച്ചിയല്ല. ചേച്ചി സോദേട്ടാ, ആള് മതിതാ. ഓക്കെ പൊക്കോളാനാ? നീ എന്താ ആളെക്കളിയെ കാണാ?
എന്റെ പോസ്റ്റർ അടിച്ച് ആരും ഒരുത്ത എന്നെ തപ്പുന്നോണ്ട് നമ്മുടെ രവിയണ്ണം പറഞ്ഞു കേട്ട് ഉള്ള വർക്ക് കളഞ്ഞ് വന്നേണ് ഞാൻ. എനിക്ക് എന്റെ കാശ് കിട്ടണം. കാശ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ചേച്ചി. മോനെ വെണ്ണല ഭാഗ്യ സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കാശും കൊണ്ടേ പോകൂ. അയ്യടാ. അതെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗ്യ ചേച്ചിയല്ല. അതുപോലെ ചേച്ചി ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അല്ല ഞങ്ങള് ആഹാ, ആള് കൂടിയല്ല. ഇതൊന്നും നടക്കൂല മോനെ, എനിക്ക് എന്റെ കാശ് കിട്ടണം. വന്നു. അയ്യോ ചേച്ചി, ഞങ്ങളുടെ കാശൊന്നുമില്ല ചേച്ചി, ആള് മാറിപ്പോയതാന്നേ. ഒരു മകനായിട്ട് കാണണം പ്ലീസ്. അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി സ്റ്റീവൻ. പറഞ്ഞു മനസ്സിലാക്കി. ഓ, അതൊക്കെ വലിയ കഥയാ, പറയാം. Finally we met. പെട്ടെന്ന് നോക്കുമ്പം അക്കൗണ്ടും കാണില്ല, ആളും കാണില്ല. പിന്നെ തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കണ്ടെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഇൻസ്റ്റയിലും എഫ്ബിയിലും ഞാൻ എത്ര ഭാഗ്യമാരി തപ്പിന്നറിയോ? ഞാനിത് രണ്ടിലില്ല. അപ്പൊ എനിക്ക് നമ്പറിൽ തന്നൂടായിരുന്നോ? ഇനി അത്രയ്ക്ക് വിശ്വാസമില്ലേ? അങ്ങനെയല്ലടോ, എനിക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഈ ഇതിലൊക്കെ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സാ. സ്വന്തം പേര് പോലും ആയിരിക്കില്ല ഇവര് പറയണത്. അതെ, എന്റെ പേര് പ്രണവ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ശരിക്കും എന്റെ പേര് പ്രഹ്ലാദ് എന്നാ. അടിപൊളി. എടോ, പേര് മാത്രമേ ഫേക്ക് ഉള്ളൂ, ഞാൻ റിയലാണ്. പക്ഷെ ഇതൊക്കെ തന്നോട് ചാറ്റിൽ കൂടെ പറഞ്ഞാൽ താൻ അൺമാച്ച് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയായിരുന്നത്. സത്യമായിട്ട് ഞാൻ ജെനുവിൻ ആയിട്ടാണ് തന്നോട് സംസാരിച്ചത്. നമ്മൾ തമ്മിൽ കുറച്ച് നാളത്തെ പരിചയമുണ്ടെങ്കിലും ഒരുപാട് നാളായിട്ട് തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നി. എടോ, അതുകൊണ്ടാണ് തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി നാട് മുഴുവൻ പോസ്റ്റർ ഒടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിങ്ങനെ നിന്നത്. തന്നെ നേരിട്ട് കണ്ട് ഇതൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി. ഐ എം സോറി. പോസ്റ്ററോ? എന്ത് പോസ്റ്റർ? അല്ല, ഹേ ഭാഗ്യ, ഇഫ് യു സീ ദിസ് കം ടു ഓൾഡ് കാക്കന. കണ്ടില്ല? അവനെങ്ങനെ ഇവിടെ വന്നു? അത് ഇന്ന് തന്നെ. സച്ച് എ കോയിൻസിഡൻസ്. മിസ്റ്റർ പ്രഹ്ലാദൻ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വന്നോണ്ടിരിക്കാം താനോട് കാണുന്ന ഓർത്തിട്ട്. പക്ഷേ ഞാൻ അറിഞ്ഞില്ലല്ലോ താനോടൊക്കെ പോസ്റ്റ് അടിച്ച് നടക്കായിരുന്നു. എക്സ്ക്യൂസ് മീ, പ്രണവ്. അപ്പൊ ഭാഗ്യ. ഓക്കെ, ഞാൻ ആക്ച്വലി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ കേട്ടോ. .najos ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇടുന്നതാണ്. നിങ്ങളുടെ LED വണ്ടി ഞാൻ എടപ്പള്ളി കണ്ടായിരുന്നു. അത് ആക്ച്വലി നൈസ് ആയിരുന്നു കേട്ടോ. സോ ഭാഗ്യ ഇവിടെ ചെറിയ വണ്ടി ഇവിടെ വെച്ച് നാട് മൊത്തം കണ്ടു. ഭാഗ്യ ഇവിടെ വരുവോ, നിങ്ങൾ കണ്ടുമുട്ടുവോ എന്നുള്ള ആകാംക്ഷയിൽ വന്നാണ്. സോ ഫൈനലി നിങ്ങൾ BTSക്ക് നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഫോട്ടോ ഓക്കെ ആണോ?
അല്ല ഫോട്ടോ അങ്ങോട്ട് വെക്കാം നമുക്ക്. യാ അതെ, താൻ എവിടെയെങ്കിലും ഫ്ലക്സ് അടിച്ചിട്ടുണ്ടോ? നോക്കിയായിരുന്നു, ഫ്രണ്ട് സെറ്റ് ആയില്ല. ഇച്ചിരി ലെഫ്റ്റ് സൈഡ് നിന്നോ. നെക്സ്റ്റ് ടൈം പത്രത്തിലും കൊടുക്കണേ. ഏയ് ഇനി ഞാൻ തന്നെ മിസ്സാക്കൂല. നിങ്ങൾ പറ. ഐ തിങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മ്യൂസിക് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. അഭിനയിച്ചിരിക്കുന്നവരും എല്ലാം വളരെ നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇത് നല്ല റേറ്റിംഗ് ഉള്ള ഒരു നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. സോ അതാണ് ഞാനിതിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല ട്രെൻഡിങ് ഷോർട്ട് ഫിലിംസ് നോക്കിയ സമയത്ത് ആ കൂട്ടത്തിൽ വന്നതാണ് ഈ ബംബ്ലിങ്ങ. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഫണ്ടും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല കളർഫുൾ അല്ലേ. മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത് നന്നായിട്ടാണ്. നല്ല ഡയറക്ഷൻ, രണ്ടുപേരുടെ ആക്ടിങ് നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ജോർജിന്റെ ആണെങ്കിലും ശീതലിന്റെ ആണെങ്കിലും ആക്ടിങ് വളരെ നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പം ഒറിജിനൽ അതിനകത്ത് കയറി കാണുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണാൻ ശ്രമിക്കുക. എനിവേ സൂപ്പറായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.